വന്നിട്ട് യൂണിറ്റിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്ത് ഡ്രൈവർ RBI വന്നിട്ട് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അത് അയാൾ പറഞ്ഞത് വെറും സ്റ്റിയറിംഗ് ലോക്ക് മാത്രമേ ഉള്ളൂ, വണ്ടിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, വഴിയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ വാഹനം അന്ന് അവിടെ മെക്കാനിക്കായിട്ടുള്ള ഞാനും ഒരു ഇലക്ട്രീഷ്യൻ ശുക്ലയും ഡ്രൈവറും കൂടി വാഹനം പരിശോധിക്കാൻ വേണ്ടി പോയി. നമുക്ക് ഓർഡർ കിട്ടിയിട്ട് ആ ഓർഡർ കിട്ടിയ പ്രകാരം വാഹനം പരിശോധിക്കാൻ വേണ്ടി പോയി. വാഹനം നിൽക്കുന്നത് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണ്, അത് ടീഗാർഡിൻ്റെ നടുവിലാണ്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു വളവ് തിരിഞ്ഞിട്ട് പെട്ടെന്നൊരു വളത്തോട്ടൊരു കയറ്റം വളവ് തിരിഞ്ഞിട്ട് വാഹനം ഒരു കലുങ്കിനോട് ചെന്ന് കുത്തിനിങ്ങനെ നിൽക്കുകയാണ്. നിഷാൻ 1 ടൺ എന്നുള്ള മിനി ട്രക്കാണ് വാഹനം. അപ്പോൾ പുറത്തിങ്ങനെ നിന്ന് നോക്കുമ്പോൾ വാഹനത്തിൽ കാര്യമായ പരിക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു നിലയ്ക്കും സ്റ്റിയറിംഗ് തിരിക്കാനോ വണ്ടി അനക്കാനോ പറ്റാത്ത വിധം ജാമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ 5 പേര് ആ വാഹനത്തിലുണ്ടായിരുന്ന ആക്സിഡൻറ്റ് പറ്റിയ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരും ഞങ്ങൾ ഇവിടുന്ന് പോയ 3 പേരും ഞങ്ങളെ വാഹനത്തിൽ പോയ ജീപ്പിൽ പോയ 3 പേരും ഞങ്ങൾ 5 പേര് തള്ളിയിട്ടും വാഹനം അനങ്ങുന്നില്ല. ആ സമയത്താണ് ഞാനിത് അടിയിൽ കിടന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത്. അടിയിൽ കിടന്ന് പരിശോധിക്കുന്ന സമയത്താണ് വണ്ടി ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലായത്. വണ്ടി വളരെ ശക്തിയായി കലുകിന് പോയി ഇടിക്കുകയും അതിൻ്റെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ കേസ്, അതേമാതിരി ഫ്രണ്ട് വീലിന് ഡ്രൈവ് കൊടുക്കുന്ന ആക്സിലറി ഗിയർ ബോക്സ്, ഇതിൻ്റെ രണ്ടും പൊട്ടിത്തമർന്ന് അതിൻ്റെ കേസെല്ലാം പൊട്ടിത്തമർന്ന് നിലത്ത് കിടക്കുകയാണ്. ആ വാഹനം ഒരു നിലയ്ക്കും റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ റിക്കവറി വാഹനം വിളിച്ചു പോയി. ആ വാഹനം പിന്നെ എന്തായാലും പറയാം, അതൊക്കെയാണ് ഇതിന് പ്രശ്നം വരും. റിക്കവറി വാഹനം എന്ന് പറയുമ്പോൾ റിക്കവറി വാഹനേ നിങ്ങളെന്തോ പറയാൻ വിചാരിച്ച കാര്യം എന്തായിരുന്നു? ആ വാഹനം റിക്കവറി വാഹനം വന്നാലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓർമ്മയ്ക്ക് വരി. റിക്കവറി വാഹനം ആ വാഹനം റിക്കവറി വാഹനത്തിൽ കെട്ടിവലിക്കേണ്ട അവസ്ഥയിലാണ്. അതിന് ഞങ്ങളുടെ യൂണിറ്റിൽ ആ വാഹനത്തിന് കെട്ടിവലിക്കാനുള്ള സംവിധാനം ഇല്ല, ആ വാഹനം ഇല്ല. അത് EME യൂണിറ്റിൽ നിയറസ്റ്റ് എവിടെയാണ് EME വർക്ക്ഷോപ്പ് ഉള്ളത്, ആ യൂണിറ്റിൽ ആ സംവിധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് അവരവിടുന്ന് വന്നിട്ട് വാഹനം കെട്ടിവലിച്ച് കൊണ്ടുവരണം. അവരവിടുന്ന് വാഹനം കെട്ടിവലിച്ച് കൊണ്ടുവരണം. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇവിടെ വന്ന് ഞങ്ങളുടെ അതോറിറ്റിക്ക് OC സാറിന് റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി അദ്ദേഹം വളരെ കുപിതനായി. കാരണം ഡ്രൈവർ വന്നിട്ട് പറഞ്ഞത് വെറും ഒരു സ്റ്റിയറിംഗ് ലോക്ക് എന്ന് മാത്രമാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇത് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് പാർട്സ് എല്ലാം മെയിൻ പാർട്സൊക്കെ പൊട്ടിത്തമർന്ന് കിടക്കുന്ന അവസ്ഥയിലായപ്പോൾ അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് പിന്നെ അതിനനുസരിച്ചുള്ള അതിൻ്റെ സ്റ്റെപ്സ് വേറെ സ്റ്റെപ്സ് എടുക്കണം. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയി റിപ്പോർട്ട് ചെയ്തു. വർക്ക്ഷോപ്പിൽ നിന്ന് റിക്കവറി വാഹനം വന്നിട്ട് കെട്ടിവലിച്ച് ഞങ്ങളുടെ യൂണിറ്റിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ അതിൻ്റെ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡാമേജ് പരിശോധിക്കണം. അതെങ്ങനെയാണ് സംഭവിച്ചത്, അതിൻ്റെയൊക്കെ റെക്കോർഡുകൾ ഉണ്ടാക്കണം, അതിൻ്റെ കോസ്റ്റ് ഓഫ് ഡാമേജ് ഉണ്ടാക്കണം. അങ്ങനെ പല സിസ്റ്റംസ് അതിനുണ്ട്. അങ്ങനെ ആ വാഹനം പിന്നെ വാഹനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആ വാഹനം പിന്നെ ഓൺ റോഡാക്കി എടുക്കാൻ പറ്റില്ല. കാരണം ക്ലാസ് 1 നിന്ന് ക്ലാസ് 4 ആയി വാഹനം ഓഫ് റോഡായി കഴിഞ്ഞു. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ടീം വന്നു, അവരെ പരിശോധിച്ച് കോസ്റ്റ് ഓഫ് ഡാമേജ് ഉണ്ടാക്കി. അങ്ങനെ അവർ OCക്ക് റിപ്പോർട്ട് ചെയ്തു. OC ആണെങ്കിൽ ഡെപ്യൂട്ടേഷൻ 3 കൊല്ലത്തേക്ക് ഡെപ്യൂട്ടേഷൻ വന്നിട്ടുള്ള ഒരു ഓഫീസറാണ്. അന്ന് മിലിറ്ററി പോലീസ് യൂണിറ്റിന് സ്ഥിരം ഓഫീസർമാരില്ല. അവർ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അവരതോടുകൂടി അവർക്ക് ആ യൂണിറ്റുമായിട്ടുള്ള ബന്ധം വിട്ടു. അപ്പോൾ അവർ ഇങ്ങനെയുള്ള റിസ്കുകൾ ഒരിക്കലും എടുക്കില്ല. കാരണം അവരുടെ റെജിമെൻറ്റിൽ പോയിട്ട് അവർക്ക് ഫർദർ പ്രൊമോഷൻ കാര്യങ്ങൾ ഒക്കെ ഉള്ള ഓഫീസർമാരാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് കാര്യപ്പെട്ട ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരതിന് റിസ്ക് എടുക്കില്ല. അവരതിന് ആ ചെയ്ത ആൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്ത് അവർ പോകും.
അതാണ് അതിൻ്റെ സിസ്റ്റം. ആ യൂണിറ്റിൽ അങ്ങനെ സ്ഥിര ഓഫീസർമാരില്ലാത്തതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ OC സാബ് ഇയാൾക്ക് പണിഷ്മെൻ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പണിഷ്മെൻ്റ് കൊടുക്കാൻ തീരുമാനിച്ച് ഈ RB റായി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. അയാൾ ഈ ഓട്ടോറിക്ഷ വലിക്കുന്ന ഒരു ബീഹാറിലുള്ള വെറും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് ഭാര്യ, 3 കുട്ടികൾ, അച്ഛൻ, അമ്മ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളുടെ കാര്യം വളരെ പരിതാപകരമാണ്. ഇയാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് നായക്ക് എന്നുള്ള ഇയാളെ പ്രൊമോഷൻ പോകും. പിന്നെ ഇയാളെ യൂണിറ്റ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് വെക്കും. അതുകൂടാതെ ഇയാളുടെ ശമ്പളത്തിൽ നിന്ന് പിന്നെ ഈ കോസ്റ്റ് ഓഫ് ഡാമേജ് ഘട്ടം ഘട്ടങ്ങളായിട്ട് പിടിച്ചെടുക്കുകയും ചെയ്യും. അയാളെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. പക്ഷേ OCക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ അയാൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സീനിയർ JCO നേഗി സാറ് ഇതേമാതിരി അതാ പറഞ്ഞ് ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഞങ്ങൾക്ക് റോൾ കോൾ എന്നുള്ള പിറ്റേന്നത്തെ കാര്യങ്ങൾ വിവരിക്കും, പിറ്റേന്നത്തെ ഡെയിലി റൊട്ടീൻ കാര്യങ്ങൾ വിവരിക്കുന്ന റോൾ കോൾ എന്ന് പറഞ്ഞ ഒരു പരേഡ് ഉണ്ട് വൈകുന്നേരം. എല്ലാ ദിവസവും വൈകുന്നേരമാണ് അത് ഉണ്ടാകുക. ആ സമയത്ത് ഒരു ശനിയാഴ്ച ദിവസം റോൾ കോളിൽ RB റായിക്ക്, ലാസ്റ്റ് നായക് RB റായിക്ക് തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് അയാൾക്ക് പണിഷ്മെൻറ്റ്, അയാൾക്ക് ചാർജ് ഷീറ്റാണ് എന്നും പറഞ്ഞ് OCയുടെ ഓർഡറിൻ്റെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം സാധാരണ നിലയിൽ റോൾ കോൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോവുക, കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസാണ് അവിടെ. അന്നാണെങ്കിൽ പ്രത്യേകിച്ച് റമ്മിഷു ഉള്ള ദിവസമാണ്. പട്ടാൾക്കാർക്ക് ആഴ്ചയിൽ റമ്മിഷു ഉള്ള ദിവസമാണ്, എൻ്റർടൈൻമെൻറ്റ് ദിവസമാണ്. മട്ടണൊക്കെ ഉണ്ടാവും മെസ്സിൽ. അപ്പോൾ അപ്പോൾ ഈ റോൾ കോൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ടാണ് നീങ്ങാറ്. 2 പെഗ് അടിച്ച് അത് കഴിഞ്ഞ് മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെ അന്നത്തെ ആ ദിവസം അങ്ങനെ പോകും. സന്തോഷകരമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ മെസ്സിലേക്കും അവിടെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സീനിയർ JCO നേഗി സാറിൻ്റെ ഹെൽപ്പർ പെട്ടെന്ന് ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ വിളിച്ചത്. സാർ, നേഗി സാർ ഉടനെ വിളിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കാണണമെന്ന് അർജൻറ്റായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ കൂടെ തന്നെ അപ്പോൾ തന്നെ നേഗി സാറിൻ്റെ റൂമിലേക്ക് പോയി. അയാൾ അവിടെ ചെന്നപ്പോൾ ഒരു കുപ്പി എടുത്ത് വെച്ചിങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് ഇങ്ങനെ കുറേശ്ശെ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നതും മറ്റൊരു ഗ്ലാസ് എടുത്ത് കുറച്ച് എനിക്കും ഒഴിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് സിപ്പടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, RB റായിയുടെ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവനൊരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടതാണ്, അവന് നല്ലൊരു പണിഷ്മെൻറ്റാണ് കിട്ടാൻ പോണത്, അവൻ്റെ ഫർദർ ഭാവി എല്ലാം തകരാറിലാവും, വലിയ സങ്കടമുണ്ട്, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പുണ്ട്, 83 ഫീൽഡ് വർക്ക്ഷോപ്പ്. അവിടെയുള്ള ഒരു മേനൻ സാറുണ്ട്, ഞാൻ മലയാളിയാണ്, എൻ്റെ പരിചയക്കാരനാണ്, ഹവിൽദാറാണ്. അയാളോട് ഞാൻ ഒരിക്കലും ഈ സംഭവം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മാർഗമുണ്ട്, അവരുടെ ഈ വർക്ക്ഷോപ്പിലൊക്കെ ബാക്ക്ലോഡാവുന്ന വാഹനങ്ങളുണ്ടാവും, ഡിപ്പോയിലേക്ക് ബാക്ക്ലോഡാവുന്ന വാഹനങ്ങളുണ്ടാവും. ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് അത് കുറേ കാലം ഓടിക്കഴിഞ്ഞ് സർവീസ് കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഓടിക്കാൻ പറ്റാത്ത വാഹനങ്ങൾ ബാക്ക്ലോഡായി കിടക്കുന്നുണ്ടാവും. അതെവിടെയെങ്കിലും വർക്ക്ഷോപ്പിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ ഗ്രൗണ്ടിൽ ഓപ്പൺ ഏരിയയിൽ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള വാഹനങ്ങളിൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയ ഏതെങ്കിലും വാഹനമുണ്ടെങ്കിൽ, നിങ്ങളുടെ ആക്സിഡൻറ്റ് പറ്റി അതേമാതിരിയുള്ള വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൽ നിന്ന് സർവീസബിൾ ആയിട്ടുള്ള സാധനം അഴിച്ചെടുക്കുക. എന്നിട്ട് ഈ ആക്സിഡൻ്റ് ആയ വാഹനത്തിലുള്ള സാധനങ്ങൾ, കേടുവന്ന സാധനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വെൽഡ് ചെയ്തോട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ആ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഒരു എമർജൻസി ആക്ഷൻ വേണം. ഒരു ഐഡിയ തോന്നി നിങ്ങൾക്ക്. അവിടുന്ന് സർവീസബിൾ ആയിട്ടുള്ള സാധനം അഴിച്ചെടുക്കുക. എന്നിട്ട് ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുക.
രണ്ട് നമ്മളെ വണ്ടി ഓഫ് റോഡ് വണ്ടി ഇതിൽ സർവീസുകളായിട്ടുള്ള സാധനം ഫിറ്റ് ചെയ്തിട്ട് ആക്സിഡൻറ്റ് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് മറ്റേ വണ്ടിയിൽ ബാക്ക് ലോഡ് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ പറഞ്ഞേക്കാം. അതിന് ആരും അങ്ങനെ ചെക്ക് ചെയ്യില്ല വണ്ടി. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ഒരു നിർദ്ദേശം ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, മാനേജർ സാർ. അത് ഞാൻ നേഗി സാറിനോട് രാത്രി പറഞ്ഞു. അവിടെ നേഗി സാറിൻ്റെ റൂമിലേക്ക് ഇങ്ങനെ സജഷൻ ഉണ്ട്, അതിനോട് എൻ്റെ അങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അദ്ദേഹം ഇത് കേട്ടതും ഉടനെ OCയുടെ റൂമിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. OC ഞങ്ങളെ യൂണിറ്റ് ക്യാമ്പസിനകത്ത് തന്നെ ആണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക അക്കോമഡേഷനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ശർമ്മ സാറിൻ്റെ അടുത്തേക്ക് ഓടി പോവുകയാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, ഞാൻ ഇപ്പം തന്നെ വരാം, നിങ്ങൾ ഇവിടുന്ന് പോകല്ലേ, ഇവിടെ തന്നെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് എന്നെ അവിടെ എത്തിയിട്ട് അദ്ദേഹം OCൻ്റെ അടുത്തേക്ക് പോയി. തിരിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നത്. വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സംഭവം OC സാറിനോട് വിവരിച്ചപ്പോൾ OC സാർ എന്നോട് ചോദിച്ചത് മെക്കാനിക്ക് മായാണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് പറയുകയും ചെയ്തു. ഏതായാലും സംഭവം നമ്മൾ തിങ്കളാഴ്ച OC സാറും, അപ്പോൾ ഇതൊരു പ്രത്യേക സജഷൻ ഉണ്ടായിരുന്നു. മേനോ സാറ് പറഞ്ഞ പഴയ സജഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല ഈ കാര്യം. നിങ്ങളുടെ OCയും വർക്ക്ഷോപ്പിലെ OCയും അവിടെ ഈ 83 ഫീൽഡ് വർക്ക്ഷോപ്പിലുള്ള OCയും തമ്മിൽ കണ്ട് സംസാരിച്ചിട്ട് അവർ തമ്മിൽ ഇതാവണം, അഡ്ജസ്റ്റ്മെന്റ് ആവണം. അവർ തമ്മിൽ അഗ്രിമെന്റിലെത്തണം, ഇതിലെത്തണം, ചർച്ചയിലെത്തണം. കാരണം അത് എന്നിട്ട് വർക്ക്ഷോപ്പ് OC സമ്മതിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിന് ഇങ്ങനെ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ കാര്യം നേഗി സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തിങ്കളാഴ്ച രാവിലെ 83 ഫീൽഡ് വർക്ക്ഷോപ്പ് OCയെ കാണാൻ വേണ്ടി പോകാൻ ഞങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ നേഗി സാറും ഞാനും OC സാറും കൂടി OC സാറിൻ്റെ വണ്ടിയിൽ രാവിലെ ഫീൽഡ് വർക്ക്ഷോപ്പിലേക്ക് പുറപ്പെട്ടു. അവിടെ OC ഒരു സർദാർജിയാണ്, മേജർ EMEയുടെ. ഞങ്ങളവിടെ ചെന്ന് OC സാബ് വർക്ക്ഷോപ്പ് OCയുടെ റൂമിലേക്ക് പോയി. ഞങ്ങൾ ജീപ്പിൻ്റെ സൈഡിൽ OCC ജീപ്പിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്ന് ഞാനും നേഗി സാറും. OC സാറ് അവിടുന്ന് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാളും വന്നത്, തിരിച്ചു വന്ന സമയത്ത് സർദാർജി മേഘർ സാബ് വന്നിട്ട് എനിക്ക് കൈ തന്നു.